ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ നമ്മുടെ രാജ്യത്ത് നിന്ന് അടർത്തി മാറ്റുക, അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ പയറ്റിച്ചിട്ടുള്ള തന്ത്രമാണ്. ഇപ്പോൾ ആ മേഖലയിൽ, അതായത് സിലിഗുരി മേഖലയിൽ നമ്മൾ ഒരു ഭൂഗർഭ റെയിൽപാത പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇത് ആർക്കെങ്കിലും ഒക്കെ ഉള്ളൊരു മറുപടി കൂടിയാവില്ല. ഇത് ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഈ ചൈനയെ കൊണ്ട് ഞങ്ങൾ ചിക്കൻ നെക്ക് പിടിപ്പിക്കും എന്നല്ലേ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ ISI ആണെന്നുള്ളതും അറിയാം. അപ്പോൾ നമുക്ക് ഈ സൈനിക നീക്കത്തിന് എളുപ്പം സിലിഗുഡിയിൽ, അതായത് ചിക്കൻ നെക്കിൽ ഭൂഗർഭ റെയിൽ ഉള്ളതാണ് സൈനിക നീക്കത്തിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്നലെ വെളിപ്പെടുത്തി 40 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് റെയിൽവേ ട്രാക്കുകൾ അവിടെ ഇടാൻ പോവുകയാണ്. ഭൂഗർഭ റെയിൽവേ വരുന്നു ചിക്കൻ നെക്ക് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. സിലിഗുരി കോറിഡോർ, ചിക്കൻ നെക്ക്, സിലിഗുരി ഇടനാഴി. ഇപ്പോഴത്തെ അതിൻ്റെ അടുത്തുള്ള ട്രാക്കുകളൊക്കെ 4 വരി ആക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബംഗാളി സമീപ പ്രദേശങ്ങളിൽ 4 വരി ആക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂഗർഭ റെയിൽ 40 കിലോമീറ്റർ വരുന്നത് ടിൻ മൈൽ ഹാർട്ട് നിന്ന് രംഗ് പാനിയിലേക്ക് ആണ് 40 കിലോമീറ്റർ വരുന്നത്. ഇത് രണ്ടും സിലിഗുരി കോറിഡോറിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ്, ടിൻ മൈൽ ഹാർട്ടും രംഗപാനിയും. ഈ ഭൂഗർഭ റെയിൽ ഉപരിതലത്തിൽ നിന്ന് 20-24 മീറ്റർ താഴെ ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യ പണിയാൻ പോകുന്ന, അതിവേഗം ആണിത് പണിയാൻ പോകുന്നത്. അപ്പോൾ ടിൻ മൈൽ ഹാർട്ട് എന്ന് പറയുന്നത് ഡാർജിലിംഗ് ജില്ലയിലെ രംഗപാനി ബ്ലോക്കിൽ ആണ് ഈ സ്റ്റേഷൻ, ടിൻ മൈൽ ഹാർട്ട്. ഇത് ബംഗ്ലാദേശിൻ്റെ പഞ്ചഗഡ് ജില്ല, അവിടെ നിന്ന് 68 കിലോമീറ്റർ മാത്രം അകലത്താണ്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തി, ഏതാണ്ട് അതിർത്തിക്കടുത്താണ് ഈ ഭൂഗർഭ റെയിൽ വരാൻ പോകുന്നത് ഇന്ത്യയുടെ. ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യയെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു നേരിയ പാത ആണ്. 22 കിലോമീറ്ററാണ് അതിൻ്റെ വീതി. അത്രയുമേ ആ സ്ഥലം ഉള്ളൂ. അതാണ് സിലിഗുരി കോറിഡോർ. അത് മുറിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നെ വടക്ക് കിഴക്കുള്ള 7-8 സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും. നമ്മളൊരു ബദൽ പാത ഉദ്ദേശിച്ചിരുന്നു ഈ മ്യാൻമാർ ബംഗ്ലാദേശ് വഴി. അത് ഷെയ്ഖ് ഹസീന ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് മ്യാൻമാർ വഴി നമ്മളത് പണിതുകൊണ്ട് ഇനി ഒരു 150 കിലോമീറ്റർ കൂടി മാത്രമേ ആ പാത പൂർത്തിയാകാനുള്ളൂ. മ്യാൻമാറിലും ആഭ്യന്തര സംഘർഷങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ നമ്മളുടെ ആ പാത, ബദൽ പാത യാഥാർത്ഥ്യമാകാതെ കിടക്കുന്നു. അതുകൊണ്ട് സിലിഗുരി കോറിഡോറിന് നിരന്തരം ഭീഷണികളുണ്ട് ഇപ്പോൾ, ചൈനയുടെ ഭാഗത്തു നിന്നും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ. അതുകൊണ്ട് സൈനിക നീക്കം എളുപ്പമാക്കാനുള്ള താവളങ്ങൾ നമ്മൾ ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ S-400 ഉൾപ്പെടെയുള്ള മിസൈലുകൾ, റഫേൽ വിമാനങ്ങൾ ഒക്കെ അങ്ങോട്ട് നീക്കിയിട്ടുമൊക്കെ ഉണ്ട്, ഈ ഭീഷണി എപ്പോൾ വന്നാലും കൈകാര്യം ചെയ്യാവുന്ന വിധത്തിൽ. അപ്പോൾ ഇപ്പോൾ ആ സിലിഗുരി കോറിഡോറിൽ ഹൈവേകളുണ്ട്, റെയിൽ ലിങ്കുകളുണ്ട്, ഫ്യൂവൽ ലൈൻസ്, ഇന്ധന ലൈനുകളുണ്ട്, മിലിറ്ററി സപ്ലൈ റൂട്ടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉപരിതലത്തിലാണല്ലോ. അത് കൊണ്ടൊരു നിർണായക ഘട്ടം, അടിയന്തര ഘട്ടം വന്നാൽ നടക്കില്ല. റെയിൽവേ ഉണ്ടെങ്കിൽ അത് നടക്കും. ഈ സിലിഗുരി കോറിഡോറിന്റെ തെക്ക് ഭാഗത്ത് ബംഗ്ലാദേശ് അതിർത്തി, പടിഞ്ഞാറ് വശത്ത് നേപ്പാള്, ചൈനയുടെ ചുംബി താഴ്വരയാണ് സിലിഗുരി കോറിഡോറിന്റെ വടക്ക്. ആ ചുംബിയിൽ ആഴം കൂടുതലാണ്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ചൈനയ്ക്കാണ് ആ ഭാഗത്ത്.
അവർക്ക് എളുപ്പം ആക്രമണത്തിനൊക്കെ സൗകര്യമുണ്ട്. അതാണ് സിലിഗുരി കോറിഡോറിന്റെ ഇപ്പോഴത്തെ നില. സിക്കിം ചൈന അതിർത്തി ആ ഭാഗത്തുണ്ട്, അരുണാചൽ ഒക്കെ ഭീഷണിയിലാണ് ഇത് കാരണം. അപ്പോൾ ഈ ചരക്ക് നീക്കാനായിട്ട് റെയിൽപാതയാണ് നല്ലതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗുഡ്സ് ട്രെയിനിൽ 300 ട്രക്കിലെ ചരക്ക് കൊള്ളിക്കാൻ പറ്റും. 300 ട്രക്കുകളിലെ ചരക്ക് ഒരു ഗുഡ്സ് ട്രെയിനിൽ കൊള്ളിക്കാൻ പറ്റും. ഇന്ന് ചിക്കൻ നെക്കില് സിലിഗുരി കോറിഡോറിൽ എല്ലാം ഉപരിതലത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മിസൈൽ ആക്രമണമോ പ്രകൃതി ദുരന്തമോ, യുദ്ധ സന്നാഹം മാത്രമല്ല, ഒരു പ്രകൃതി ദുരന്തം ആ മേഖലയിൽ ഉണ്ടായാലും ഈ ഭൂഗർഭ റെയിൽവേ വലിയ സഹായമായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഭൂഗർഭ റെയിൽ വഴി പീരങ്കികൾ ഇല്ലേ, അതുപോലെ അതുണ്ടെങ്കിൽ ഡ്രോൺ ആക്രമണത്തിൽ നിന്നും മിസൈൽ ആക്രമണത്തിൽ നിന്നും പീരങ്കി ആക്രമണത്തിൽ നിന്നൊക്കെ ഒരു കവചം തീർക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. സേനകളെ കൊണ്ടുപോകാം, ഇന്ധനം കൊണ്ടുപോകാം, ഭക്ഷണം, മരുന്ന് ഇതൊക്കെ കൊണ്ടുപോകാം ഭൂഗർഭ റെയിൽ വഴി. അപ്പൊ ചൈന ഈ ഡോക്ലാമിൽ കുഴപ്പമുണ്ടാക്കിയിരുന്നല്ലോ. അരുണാചൽ മേഖലയിലും ഇന്ത്യക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അരുണാചൽ അതിർത്തിയുടെ അപ്പുറത്ത് ധാരാളം പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, താവളങ്ങൾ. ബംഗ്ലാദേശിലെ തീവ്രവാദികളുടെ ശല്യം ഒരു വശത്തുണ്ട്. ബംഗ്ലാദേശിൽ തന്നെ രംഗ്പൂർ എന്ന് പറഞ്ഞ ഡിവിഷൻ ഈ സിലിഗുരി കോറിഡോറിന്റെ അടുത്താണ്. അതുകൊണ്ടാണ് ഈ രംഗ്പൂർ ഡിവിഷനിലേക്ക് അടുത്ത കാലത്ത് ISIയുടെ ഉദ്യോഗസ്ഥന്മാര്, ചാരന്മാര് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി അവര് സ്ഥലമൊക്കെ കണ്ടുപോയി. പിന്നെ അവിടെ തന്നെ രംഗ്പൂരിലുള്ള ലാൽമണിർ ഹാർട്ട് എന്ന് പറഞ്ഞ 2ാം ലോക യുദ്ധകാലത്തെ ഒരു എയർ സ്ട്രിപ്പ് ചൈനയ്ക്ക് കൈമാറിയിട്ട് അവരുടെ താവളം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ബംഗാൾ, അസം, ത്രിപുര ഈ ഭാഗത്തൊക്കെ 2ാം ലോക യുദ്ധകാലത്തുണ്ടായിരുന്ന എയർ സ്ട്രിപ്പുകൾ ഇന്ത്യ ഇപ്പം നന്നാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുള്ളത് ബംഗാളിലെ ചോപ്ര, ബീഹാറിലെ കിഷൻഗഞ്ച്, അസമിലെ ലച്ചിത് ബോർഫുക്കാൻ എന്നിവിടങ്ങളിൽ നമ്മൾ പുതിയ സൈനിക താവളങ്ങൾ ഉണ്ടാക്കി, ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട്. ഹാൽദിയയില് നാവിക താവളവും നമ്മൾ സൃഷ്ടിച്ചു, ബംഗാളിലെ ഹാൽദിയയിൽ. അപ്പോൾ ഈ മധ്യദൂര മിസൈൽ അഗ്നി നമ്മളിപ്പോൾ അവിടെ കൊണ്ടുപോയി വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ അഗ്നി അടുത്ത കാലത്ത് ഈ റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചറുകളിൽ, തീവണ്ടിപ്പാതയിലെ മൊബൈൽ ലോഞ്ചറുകളിൽ നമ്മൾ അഗ്നി പരീക്ഷിക്കുകയുണ്ടായി അടുത്ത കാലത്ത്. ഇത് ഉദ്ദേശിച്ചിട്ടാണത്. കാരണം അഗ്നി മൊബൈൽ ലോഞ്ചറിൽ ഈ റെയിലിൽ കൂടി, തീവണ്ടിപ്പാതകളിൽ കൂടി ഇന്ത്യയിൽ എവിടെയും കൊണ്ടുപോകാം. അതിനൊരു ലോഞ്ചർ, റെയിൽ ലോഞ്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും ഇവിടെ ഈ ഭൂഗർഭ റെയിലിൽ നമുക്ക് സന്നാഹത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. ഈ മേഖലയാണ് എതിർ രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ ദുർബലമായി നിൽക്കുന്നത് അതാണ്. അപ്പൊ ദുർബലമായതുകൊണ്ട് അതിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങൾ, ശത്രുക്കൾ. അതാണ് നമ്മൾ ഈ നീക്കം നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.